السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, നവംബർ മാസം 8-ാം തീയതി അൽ യഖീൻ എന്ന പ്രമേയത്തിൽ ദൃഢവിശ്വാസത്തിന്റെ, അചഞ്ചലമായ ഈമാനിന്റെ പ്രാധാന്യവും മഹത്വവുമാണ് ഈ ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. സത്യവിശ്വാസികളെ, ജീവിതയാത്രയിൽ ആവശ്യമാവുന്നത്രയും ദൃഢവിശ്വാസം നാം കരുതി വെക്കുകയും നമ്മൾ ഓരോരുത്തരും സൂക്ഷ്മാലുക്കളായി ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു പറഞ്ഞു, വഇൻ തുഅ്മിനൂ വതത്തഖൂ ഫലക്കും അജ്റുൻ അളീം. നിങ്ങൾ വിശ്വാസികളാവുകയും അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിമഹത്തരമായ പ്രതിഫലമുണ്ട്. സത്യവിശ്വാസികളെ, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കെ ഇങ്ങനെ പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നന്നാസ ലം യുഅ്തൗ ഫിദ്ദുനിയ ഖൈറൻ മിനൽ യഖീനി വൽ മുആഫാത്ത്. ജനങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് നൽകപ്പെട്ടിരിക്കുന്നവയിൽ ഏറ്റവും മഹത്തരമായ കാര്യം ഒന്ന് ദൃഢവിശ്വാസമാണ്, മറ്റൊന്ന് അല്ലാഹുവിൽ നിന്നുള്ള വിട്ടുവീഴ്ചയാണ്. ഫസലൂഹും അല്ലാഹ തആല. അതുകൊണ്ട് ആ രണ്ടനുഗ്രഹങ്ങൾ നിങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അതാണ് ദൃഢവിശ്വാസം എന്ന് പറയുന്നത്. സത്യവിശ്വാസികളെ, അചഞ്ചലമായ വിശ്വാസമെന്നാൽ ഹുവൽ ഈമാനു കുല്ലു. അതുതന്നെയാണ് സമ്പൂർണമായ ഈമാൻ എന്നു പറയുന്നത്. അംബിയാ മുർസലുകളുടെ ഏറ്റവും മഹത്തരമായ വിശേഷണവും ഈ യഖീനായിരുന്നു, ദൃഢവിശ്വാസമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. ഇപ്രകാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനു നാം ആകാശഭൂമികളിലെ നമ്മുടെ ആധിപത്യ വ്യവസ്ഥ കാണിച്ചു കൊടുത്തു. അദ്ദേഹം അടിയുറച്ച സത്യവിശ്വാസിയാവുന്നതിന് വേണ്ടിയായിരുന്നു അത്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അചഞ്ചലമായ വിശ്വാസത്തിന്റെ പരമകോടിയിലെത്തി. ഫിർഔനും സംഘവും തങ്ങളെ പിടികൂടുന്നതിൽ നിന്ന് രക്ഷ തേടി യാത്ര ചെയ്തുകൊണ്ടിരിക്കെ മൂസാ നബിയുടെ അനുചരന്മാർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നാ ലമുദ്റകൂൻ. നമ്മളിതാ പിടികൂടപ്പെടാൻ പോവുകയാണ്. മൂസാ നബി അവരോട് പ്രതികരിച്ചത്, ഖാല കല്ലാ ഇന്ന മഈ റബ്ബീ സയഹ്ദീൻ. ഒരിക്കലും അത് സംഭവിക്കില്ല. എന്റെ കൂടെ തീർച്ചയായും എന്റെ രക്ഷിതാവുണ്ട്. അവനെനിക്ക് രക്ഷാമാർഗം കാണിച്ചു തരിക തന്നെ ചെയ്യും. നമ്മുടെ വിശുദ്ധ പ്രവാചകർ സയ്യിദുന വ ഹബീബുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൃഢവിശ്വാസത്തിന്റെ ഏറ്റവും സുന്ദരമായ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. തന്റെ സന്തത സഹചാരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമൊത്ത് ചുറ്റുഭാഗവും ശത്രുക്കളാൽ വലയം ചെയ്യപ്പെട്ട് സൗർ ഗുഹയിലിരിക്കുന്ന സമയം പ്രവാചകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭയാശങ്കകൾക്ക് മറുപടി നൽകിയത്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല, അല്ലാഹു നമ്മളോടൊപ്പമുണ്ട് എന്നാണ്. സത്യവിശ്വാസികളെ, നമ്മുടെ രക്ഷിതാവിലുള്ള നമ്മുടെ ദൃഢമായ വിശ്വാസമെന്നാൽ അല്ലാഹുവിന്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധമാണ്, അല്ലാഹുവിന്റെ ഔന്നത്യത്തെക്കുറിച്ചുള്ള ചിന്തയാണ്, അവന്റെ നാമങ്ങളുടെയും വിശേഷണങ്ങളുടെയും സമ്പൂർണതയെക്കുറിച്ചുള്ള ആലോചനയാണ്. ഇത്തരം വിശ്വാസത്തിൽ ഒരു കാരണവശാലും സംശയങ്ങൾ ഇടകലരുകയില്ല, അവയ്ക്ക് തെറ്റിദ്ധാരണകൾ ഇടർച്ച വരുത്തുകയില്ല. ഈ ഈമാനാണ് അല്ലാഹുവിന്റെ സാമീപ്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാക്കുന്നത്. ഈ വിശ്വാസം തന്നെയാണ് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാൻ നമുക്ക് പ്രേരണയാകുന്നത്, പ്രചോദനമാവുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നത്,
നാം കാണുക. ഹാദാ ബസായിറു ലിന്നാസി വഹുദൻ വറഹ്മത്തുൽ ലിഖൗമിൻ യുഖിനൂൻ. ഇത് മുഴുവൻ മനുഷ്യർക്കും ഉൾക്കാഴ്ച നൽകുന്നതാണ്. ദൃഢവിശ്വാസികളായ സമൂഹത്തിന് വഴികാട്ടിയാണ്, മഹത്തായ അനുഗ്രഹവുമാണ്. അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ ഏടുകളെക്കുറിച്ച്, സൂക്ഷ്മമായ നിർമ്മിതിയെക്കുറിച്ച് നാം ആലോചിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ അതിരില്ലാത്ത കഴിവിനെക്കുറിച്ച് നാം ഉറച്ച വിശ്വാസികളുമാവുക. അള്ളാഹു പറഞ്ഞതുപോലെ വഫിൽ അർളി ആയാതുൽ ലിൽ മുഖിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ദൃഢവിശ്വാസികൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളിലും അടയാളങ്ങളുണ്ട്, എന്നിട്ടുമെന്തേ നിങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കാത്തത്? അതുകൊണ്ട് സത്യവിശ്വാസികളെ, എല്ലാം നിയന്ത്രിക്കുന്ന യുക്തിമതിയായ അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസം നാം ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ. അള്ളാഹുവാണ് എല്ലാം സൃഷ്ടിച്ച് സന്തുലിതമാക്കിയവൻ. അവനാണ് എല്ലാം ക്രമീകരിച്ച് നേർവഴി കാണിച്ചു തന്നവൻ. അള്ളാഹു നമുക്ക് വല്ലതും നൽകുന്നുവെങ്കിൽ അവൻ രഹസ്യങ്ങൾ അറിയുന്നവനായതുകൊണ്ടാണ്. അവൻ വല്ലതും നിരസിക്കുന്നുവെങ്കിൽ, തടഞ്ഞുവെക്കുന്നുവെങ്കിൽ അവൻ സൂക്ഷ്മജ്ഞാനിയായതുകൊണ്ടാണ്. അലാ യഅ്ലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. നിങ്ങളെ സൃഷ്ടിച്ച രക്ഷിതാവ് ഒന്നും അറിയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അവൻ സൂക്ഷ്മജ്ഞാനിയും രഹസ്യങ്ങൾ അറിയുന്നവനുമാണ്. അള്ളാഹു നമ്മെ വല്ല കാര്യങ്ങളിലും പരീക്ഷിക്കുന്നുവെങ്കിൽ അവൻ കരുണാമയനാണ്. അവൻ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നുവെങ്കിൽ അവൻ അറിയുന്നവനുമാണ്. വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യം ഒരുപക്ഷേ നിങ്ങൾക്ക് അനിഷ്ടകരമായി തോന്നിയേക്കാം. അതേസമയം ദോഷകരമായ ഒരു കാര്യം നിങ്ങൾക്ക് പ്രിയങ്കരമായി തോന്നുകയും ചെയ്യാം. അള്ളാഹു എല്ലാം അറിയുന്നവനും നിങ്ങൾ അറിയാത്തവരുമാണ്. അതുകൊണ്ട് ജീവിത വിഭവങ്ങൾക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ ഔദാര്യത്തെക്കുറിച്ച് ഉറച്ച ബോധമുണ്ടാവുക. എല്ലാ വിഭവങ്ങളുടെയും അധിപൻ അള്ളാഹു മാത്രമാണെന്ന് അറിഞ്ഞുകൊള്ളുക. അള്ളാഹുവിന്റെ യുക്തിയിലും അവന്റെ വിഹിതം വെപ്പിലും ആത്മവിശ്വാസമുള്ളവരാവുക. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ ഇന്നഹു കാന ബിഇബാദിഹി ഖബീറൻ ബസീറ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ജീവിത വിഭവം ധാരാളമായി നൽകുന്നു. മറ്റു ചിലർക്ക് ആ വിഭവങ്ങളിൽ അവൻ കുറവ് വരുത്തുകയും ചെയ്യുന്നു. കാരണം അവൻ തന്റെ ദാസന്മാരെ നന്നായി അറിയുന്നവനും കാണുന്നവനുമാണ്. അപ്പോൾ പിന്നെ നമ്മളിൽ ചില ആളുകൾ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുകയും അസ്വസ്ഥതപ്പെടുകയും ചെയ്യുന്നതിന്റെ അർത്ഥമെന്താണ്? മറ്റുള്ളവരുമായി സ്വന്തത്തെ താരതമ്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? വിവിധ വിഭവങ്ങളിൽ വല്ല കുറവുകളും വന്നാൽ എനിക്കെന്തുകൊണ്ടത് നൽകപ്പെട്ടില്ല എന്ന ആവലാതിയും എന്റെ കൂട്ടുകാർക്കെല്ലാം ലഭിച്ചല്ലോ എന്ന അസ്വസ്ഥതയും നാം എന്തിനാണ് വെച്ചു പുലർത്തുന്നത്? അള്ളാഹു പറയുന്നത് നാം ഓരോരുത്തരും ചിന്തിക്കുന്നില്ലേ? വഅന്നൽ ഫദ്ല ബിയദില്ലാഹ് യുഅ്തീഹി മൻ യശാ. ഔദാര്യം അള്ളാഹുവിന്റെ കൈവശമാണ്, അവൻ ഇച്ഛിക്കുന്നവർക്കാണ് അവൻ അത് നൽകുന്നത്. വിശുദ്ധ പ്രവാചകർ പറയുന്നത് നാം ചിന്തിച്ചിട്ടില്ലേ? ലൻ തമൂത നഫ്സുൻ ഹത്താ തസ്തൗഫിയ റിസ്ഖഹാ. അള്ളാഹു വിധിച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം അനുഭവിക്കുവോളം, പൂർത്തിയാക്കുവോളം ഒരാളും മരണപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം നിറക്കുകയും കരുണാമയനായ അള്ളാഹുവിന്റെ ഔദാര്യത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ട് ആത്മവിശ്വാസമുള്ളവരാവുകയും ചെയ്യാം. ഈ ഭൂമിയിൽ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തങ്ങളുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ചുള്ള ദൃഢവിശ്വാസം കൊണ്ട് സമ്പന്നമാക്കിയിരുന്നുവെങ്കിൽ അവരുടെ ആകുലതകളും ആവലാതികളും ഇല്ലാതാകുമായിരുന്നു.
കവി പാടിയതുപോലെ യഖീനി യഖീനി മിൻ ഹുമൂമി വകുർബതി വഖൈറു അതാദിൽ മർഇ സിദ്ഖു യഖീനിഹി. എന്റെ ദൃഢവിശ്വാസം എന്നാൽ പ്രതിസന്ധികളിലും വിഷമങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള എന്റെ കരുത്താണ്. ഒരു വ്യക്തിയുടെ ഏറ്റവും ശക്തമായ ആയുധമെന്ന് പറയുന്നത് അചഞ്ചലമായ വിശ്വാസമാണ്, സുദൃഢമായ ഈമാനാണ്. ഓരോ നിമിഷങ്ങളിലും നാം അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് ഉറച്ച ബോധമുള്ളവരാവുക. കാരണം അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുന്നത്. അല്ലാഹുവിനോട് യഖീനിനെ ചോദിച്ചുകൊണ്ടിരിക്കുക. നാം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക. കാരണം അല്ലാഹുവാണ് യുദബ്ബിറുൽ അംറ യുഫസ്സിലുൽ ആയാതി ലഅല്ലകും ബിലിഖാഇ റബ്ബികും തുഖിനൂൻ. നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ കണ്ടുമുട്ടുന്നതിനെക്കുറിച്ച് ദൃഢബോധമുള്ളവരാകുവാനായി കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതും തെളിവുകളെല്ലാം വിവരിച്ചു തരുന്നതും അല്ലാഹുവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ദൃഢവിശ്വാസമാണ് ഹൃദയത്തിന്റെ കടിഞ്ഞാണെന്നും മനസ്സിന്റെ ആശ്വാസമെന്നും ആത്മാവിന്റെ സമാധാനമെന്നും നാം ഉറച്ചു വിശ്വസിക്കുക. അതുവഴി മാത്രമാണ് വിശ്വാസി ആകുലതകളിൽ നിന്ന് മോചനം നേടുകയും അല്ലാഹു വിധിച്ചതുകൊണ്ട് തൃപ്തനാവുകയും ചെയ്യുന്നത്. അതുകൊണ്ടുതന്നെയാണ് വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്: അല്ലാഹുവേ, തിന്മകൾ ചെയ്യാൻ തടസ്സമാകും വിധം നിന്നെക്കുറിച്ചുള്ള ഭയം ഞങ്ങൾക്കു നീ വീതിച്ചു നൽകണമേ. അല്ലാഹുവേ, നിന്റെ സ്വർഗം കരസ്ഥമാക്കാൻ ആവശ്യമാവും വിധം നിന്നെ വഴിപ്പെടാനുള്ള കഴിവ് ഞങ്ങൾക്കു നൽകണമേ. അല്ലാഹുവേ, വന്നു ഭവിച്ച വിപത്തുകളെല്ലാം നിസ്സാരമായി കാണാൻ മാത്രം പോന്ന ദൃഢമായ വിശ്വാസവും ഞങ്ങൾക്കു നീ നൽകി അനുഗ്രഹിക്കണമേ എന്ന്. മാത്രമല്ല, അന്ത്യനാളിൽ ദൃഢവിശ്വാസം കൈക്കൊള്ളുന്ന ആളുകൾക്ക് ക്ഷമാശീലർക്കുള്ള മഹത്തായ പ്രതിഫലം അല്ലാഹു നൽകും. അവർ അത്യുന്നതമായ വിജയത്തിന്റെ ആളുകളുമായിരിക്കും. അവരെക്കുറിച്ചാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത് വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. അന്ത്യനാളിനെ കുറിച്ച് ദൃഢവിശ്വാസമുള്ളവരാണ് അവർ. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവരുടെ രക്ഷിതാവിൽ നിന്നുള്ള സന്മാർഗത്തിലാണ് അവരുള്ളത്. അവർ തന്നെയാണ് വിജയികളും. അതുകൊണ്ട് സത്യവിശ്വാസികളെ, നമ്മുടെ മനസ്സിലെ ദൃഢവിശ്വാസത്തിന്റെ വൻമരത്തെ നാം ശ്രദ്ധാപൂർവം പരിചരിക്കുക. ദൃഢവിശ്വാസത്തെ നമ്മുടെ കൂട്ടുകാരനാക്കുക. അല്ലാഹുവിനോട് നമ്മുടെ ഹൃദയത്തിൽ അചഞ്ചലമായ വിശ്വാസം നിറക്കുവാനും അതുവഴി ഭൗതിക ലോകത്ത് വിജയികളായി തീരുവാനും അന്ത്യനാളിൽ സ്വർഗം നേടുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.